നമസ്കാരം. ശിവഭഗവാനെ പോലെ നാഗാഭരണം അണിഞ്ഞയാളും പാമ്പു വൈദ്യനും പാമ്പു പിടുത്തക്കാരനുമായ പാമ്പാട്ടി 18 സിദ്ധന്മാരിൽ ഒരാളായ പാമ്പാട്ടി സിദ്ധരായ കഥ അറിഞ്ഞിരിക്കാം. പാമ്പാട്ടി സിദ്ധർ തിരുഗോകർണം എന്ന സ്ഥലത്ത് കാർത്തിക മാസം മിഥുനൻ രാശിയിൽ മകീര നക്ഷത്രം 3-ാം പാദത്തിൽ പിറന്നയാൾ എന്ന് ബോഗർ 7000 എന്ന പുസ്തകത്തിൽ കുറിപ്പുള്ളതായി പറയപ്പെടുന്നു. ഈ സിദ്ധർ ജീവിച്ച കാലം 12-ാം നൂറ്റാണ്ട്. പാമ്പാട്ടി സിദ്ധർ ആദിവാസി സമൂഹമായ ജോഗി എന്ന ഇരുളർ വംശത്തിൽ ചേർന്നയാൾ. അദ്ദേഹത്തിന്റെ പിതാവ് കാഴ്ചശക്തി ഇല്ലാത്തയാൾ. പാമ്പാട്ടി സിദ്ധരുടെ ശരിയായ പേര് എന്താണെന്ന് വ്യക്തമല്ല. സിദ്ധർ ജ്ഞാനകോവയിൽ ആദിവാസി ജനതയായ ഗോസായി വംശത്തിലാണ് പാമ്പാട്ടി സിദ്ധരുടെ ജനനം എന്നൊരു വാദവും നിലവിലുണ്ട്. ചെറുപ്രായത്തിലെ പാണ്ഡ്യനാട്ടു കാടുകളിലും മലകളിലും അലഞ്ഞ് കണ്ണിൽ കാണുന്ന കായ്കനികൾ ഭക്ഷിച്ച് മുന്നിൽ വന്നു പെടുന്ന പാമ്പുകളെ ജീവനോടെ പിടിച്ച് അതിന്റെ വിഷം കക്കിച്ചും അതിനെ തന്റെ ഇച്ഛയ്ക്കൊത്ത് ആടിച്ചും അല്ലാത്തവയെ കൊന്നും വിനോദോപാധിയായി കൊണ്ടു നടന്ന ആളാണ് പാമ്പാട്ടി സിദ്ധർ. പാമ്പ് പിടുത്തത്തിൽ വല്ലഭനായ ഇദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും കൈപ്പിടിയിൽ നിന്നും ഓടിമാറാൻ എത്ര വലിയ വിഷപ്പാമ്പിനും കഴിഞ്ഞിരുന്നില്ലത്രേ. സിദ്ധവൈദ്യത്തിനായി ഇന്നവക പാമ്പിന്റെ വിഷം വേണം എന്ന് ഇദ്ദേഹത്തെ തേടിയെത്തുന്ന സിദ്ധവൈദ്യന്മാർ ആവശ്യപ്പെടുന്ന പക്ഷം പാമ്പുകളെ ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നോ അദ്ദേഹം കൊണ്ടുവന്നിരിക്കും എന്നാണ് പറയുന്നത്. ഏതേത് വ്യാധിക്ക് ഏത് പാമ്പിന്റെ വിഷം മറുമരുന്ന് എന്ന് ഇദ്ദേഹത്തിന് നല്ല അറിവുള്ളതിനാൽ ചില നേരങ്ങളിൽ മൂലിക വിഷവൈദ്യനായി മാറി മരണത്തിന്റെ വക്കിലെത്തിയ രോഗികളെ ചികിത്സിച്ച് ജീവൻ തിരിച്ചു പിടിച്ച അനുഭവങ്ങളും ഇദ്ദേഹത്തിന് ധാരാളം. അതിനാൽ തന്നെ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നവരും അധികം. ചുരുക്കത്തിൽ വയറ്റുപിഴപ്പിനായി പാമ്പ് പിടുത്തം അദ്ദേഹം ജീവിതോപാധിയാക്കി എന്ന് വേണം കരുതാൻ. ഒരു നാൾ ചില വിഷഹാരികൾ പാമ്പാട്ടിയെ തേടിയെത്തി ഇപ്രകാരം പറഞ്ഞു: മരുതമല ഉച്ചിയിൽ വളർന്നു നിൽക്കുന്ന നാഗലിംഗ മരത്തിനടിയിൽ നവരത്നപ്പാമ്പ് ഒന്ന് വസിക്കുന്നുണ്ട്. കാഴ്ചയിൽ ചെറുതും പ്രായത്തിൽ മുതിർന്നതുമായ ആ പാമ്പ് സാധാരണക്കാരുടെ കണ്ണിൽ കാണുക പ്രയാസം. 1000 വർഷങ്ങൾ വിഷം കക്കാത്ത ആ നാഗത്തിന്റെ ശിരസിൽ നാഗമാണിക്യമുണ്ട്. അമാവാസി രാത്രിയിൽ ആ നാഗമാണിക്യത്തിന്റെ ഒളിയിൽ മാത്രമേ ആ പാമ്പ് ഇരതേടാനായി പുറ്റിന് പുറത്തു വരികയുള്ളൂ. ആ നാഗമാണിക്യം അപൂർവ ശക്തികളുള്ളത്. ആ പാമ്പിന്റെ വിഷം ഒരുപാട് രോഗങ്ങൾക്ക് മറുമരുന്ന്. അതിനെ ജീവനോടെ പിടിച്ചു തന്നാൽ നീ ചോദിക്കുന്ന വില ഞങ്ങൾ തരാം. പക്ഷെ ജാഗ്രത വേണം. ആ പാമ്പ് സാധാരണ പാമ്പല്ല. ഒരു ചെറിയ അനാസ്ഥ നിന്നെ മരണത്തിലെത്തിക്കും. പാമ്പുകളെ കളിപ്പാട്ടമായി കരുതി നടക്കുന്ന പാമ്പാട്ടി ഇന്ന് രാത്രി തന്നെ ആ പാമ്പിനെ പിടിച്ചുകൊണ്ടുവരാം എന്ന് പറഞ്ഞ് മരുതമല ഉച്ചിയിലുള്ള നാഗലിംഗ മരം തേടി നടന്നുപോയി. ഒരേപോലെ പല മരങ്ങൾ വളർന്നു നിൽക്കുന്ന മരുതമല. അന്ന് അമാവാസി രാത്രി. കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് പല പാമ്പ് പുറ്റുകൾ ഇടിച്ചു നോക്കി. പക്ഷെ ഈ പറഞ്ഞ നാഗലിംഗ മരവും പാമ്പും കണ്ടെത്താനായില്ല. പാമ്പാട്ടിയുടെ ഗന്ധം കിട്ടിയ പാമ്പുകൾ ഭയന്ന് ഓടി ഒളിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടാൽ പിന്നെ ജീവൻ ബാക്കിയുണ്ടാവില്ലെന്ന് ആ കാട്ടിലെ പാമ്പുകൾക്കറിയാം. ഒടുവിൽ എങ്ങനെയോ നാഗലിംഗ മരവും അതിനടിയിലുള്ള വ്യത്യാസമായ പുറ്റും പാമ്പാട്ടി കണ്ടുപിടിച്ചു. പാമ്പിനെ ജീവനോടെ പിടിക്കണമല്ലോ. അതിനായി അരികിലുള്ള കുറ്റിക്കാട്ടിൽ പതുങ്ങിയിരുന്ന് നവരത്നപ്പാമ്പ് പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു. അപ്പോഴതാ ആ പുറ്റിനുള്ളിൽ നിന്ന് ഒരു ചെറിയ വെളിച്ചം പതുക്കെ പുറത്തേക്ക് വന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. ആ വെളിച്ചം കണ്ട് ഭ്രമിച്ച് താൻ എന്തിനാണ് വന്നതെന്ന് കൂടി മറന്നുപോയി പാമ്പാട്ടി. പെട്ടെന്ന് കാടെ നടുങ്ങുന്ന രീതിയിൽ ഒരു പൊട്ടിച്ചിരി കേട്ട് പാമ്പാട്ടി നോക്കുമ്പോൾ പ്രകാശിക്കുന്ന കണ്ണുകളോടെ ജടാധാരിയായ തേജസ്വിയായ ഒരു യോഗി മുന്നിൽ നിൽക്കുന്നു. ആരാണ് നീ? എന്തിനിവിടെ വന്നു എന്ന് യോഗീശ്വരൻ ചോദിക്കേ, ഞാൻ നവരത്നപ്പാമ്പിനെ തേടി വന്നതാണ് എന്ന് പാമ്പാട്ടി ഉത്തരം പറഞ്ഞു. എന്നിട്ട് നവരത്നപ്പാമ്പിനെ കിട്ടിയോ എന്ന് യോഗീശ്വരൻ തിരിച്ചു ചോദിച്ചപ്പോൾ, അതെങ്ങനെ കിട്ടും? നിങ്ങളുടെ ചിരിയിൽ ഈ കാട്ടിലെ സിംഹം പുലി പോലും നടുങ്ങിക്കാണും. അതിനാൽ അത് മറഞ്ഞു പോയല്ലോ എന്ന് പാമ്പാട്ടി തിരിച്ചു ചോദിച്ചു. നിന്റെ അറിവില്ലായ്മ ഓർത്താണ് ഞാൻ ചിരിച്ചത്. ഇങ്ങനെ പാമ്പുകളെ കൊല്ലുന്നതിൽ നിനക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? ജീവിതത്തിൽ വീരം മാത്രമല്ല വിവേകവും വേണം. ഒറ്റ മാണിക്യക്കല്ല് ചുമക്കുന്ന നാഗത്തെ തേടി നീ വന്നല്ലോ. എന്നാൽ നിന്റെ ഉള്ളിലുള്ള നവരത്നങ്ങളെ ചുമക്കുന്ന അദ്ഭുത നാഗത്തെ നീ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിനക്കുള്ളിൽ മാത്രമല്ല, ആ നാഗം എല്ലാവർക്കുള്ളിലുമുണ്ട്. പക്ഷെ പലരും അത് തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം. ആ സിദ്ധി തിരിച്ചറിഞ്ഞവരാണ് സിദ്ധന്മാർ. ആ സിദ്ധി നിനക്ക് ലഭിക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്ന് യോഗി പറഞ്ഞു. എന്റെ ശരീരത്തിനുള്ളിൽ പാമ്പോ? എന്താണ് താങ്കൾ ഈ പറയുന്നത് എന്ന് പാമ്പാട്ടി സാധാരണക്കാരന്റെ മനോഭാവത്തോടെ ചോദിച്ചു. ആ പാമ്പിനെ പറ്റി നീ അറിയണമെങ്കിൽ നീ ധ്യാനം ശീലിക്കണം. അതോടൊപ്പം കുണ്ടലിനി ശക്തിയെപ്പറ്റിയും അതിന്റെ വിധിമുറകളെ പറ്റിയും വിശദീകരിച്ച യോഗി അതിൽ നിന്ന് ലഭിക്കുന്ന പരമാനന്ദം ഒരു പ്രാവശ്യം നീ അനുഭവിച്ചാൽ ഈ പ്രപഞ്ചം എത്ര അത്ഭുതകരമെന്ന് നീ മനസ്സിലാക്കും എന്നെല്ലാം പറഞ്ഞപ്പോൾ പാമ്പാട്ടിക്ക് രോമാഞ്ചം അനുഭവപ്പെട്ടു. മഹാസിദ്ധരെ, എന്റെ കണ്ണിലെ അജ്ഞാനം മാറി. താങ്കൾ കാണിക്കുന്ന പാതയിലൂടെയാണ് ഇനി എന്റെ സഞ്ചാരം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പ് പുറ്റ് ഇടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധവും
പാമ്പുകളെ ശേഖരിക്കുന്നതിനായുള്ള കൂടയും വലിച്ചെറിഞ്ഞ പാമ്പാട്ടി യോഗിയുടെ കാൽക്കൽ വീണു വണങ്ങി. അങ്ങനെ ആ യോഗിയിൽ നിന്ന് പാമ്പാട്ടി തിരുവടി ദീക്ഷ സ്വീകരിച്ചു. യോഗമുറകളും ധ്യാനമുറകളും മനസ്സിലാക്കി സന്യാസ ജീവിതത്തിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. വേറൊരു കഥ പ്രകാരം പാമ്പാട്ടിയും സ്നേഹിതനും അമാവാസി രാത്രിയിൽ നവരത്നപ്പാമ്പിനെ തേടി നാഗലിംഗ മരത്തിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരു തേജസ്വിയായ സന്യാസി ധ്യാനത്തിലിരിക്കുന്നു. കൗതുകം തോന്നിയ പാമ്പാട്ടി യോഗി കണ്ണു തുറക്കുന്നത് വരെ അവിടെ കാവലിരിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ ഇനി കണ്ണു തുറന്ന് സന്യാസി വല്ല ശാപവും തരുമോ എന്ന് ഭയന്ന് സ്നേഹിതൻ അവിടം വിട്ടുപോയി. പക്ഷേ പാമ്പാട്ടി ജലപാനമില്ലാതെ അവിടെ തന്നെ ഇരുന്നു. 3 രാത്രിയും 3 പകലും കഴിഞ്ഞാണ് ആ യോഗി കണ്ണു തുറന്നത്. ജ്ഞാനദൃഷ്ടിയാൽ പാമ്പാട്ടിയുടെ മനോബലം മനസ്സിലാക്കിയ ആ യോഗി പാമ്പാട്ടിക്ക് പല ധ്യാനമുറകളും പൂജാവിധികളും പഠിപ്പിച്ചു എന്നാണ് കഥ. നല്ലവർക്ക് മാത്രം നന്മ ചെയ്യേ, അല്ലാത്തവരെ അടുത്തു വരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് അപ്രത്യക്ഷമായ ആ യോഗീശ്വരനാണ് ശിവഭഗവാനിൽ നിന്നും കമ്പിളിപ്പുതപ്പ് സമ്മാനമായി കിട്ടിയ സട്ടേ മുനി സിദ്ധർ. അങ്ങനെ ഗുരുനാഥൻ സട്ടേ മുനിയുടെ ഉപദേശപ്രകാരം മരുതമലയിൽ അത്തിമരത്തിന് കീഴെ ഇരുന്ന് കുണ്ടലിനി ശക്തി ഉണർത്താനുള്ള ധ്യാനം തുടങ്ങി പാമ്പാട്ടി. പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ശരീരം തേജസ്സായി മാറി. കുണ്ടലിനി ശക്തി എന്താണെന്ന് പൂർണ്ണമായും തിരിച്ചറിഞ്ഞ് അതിലടങ്ങിയിട്ടുള്ള പരമാനന്ദം അദ്ദേഹം അനുഭവിച്ചു. ജ്ഞാനം ലഭിച്ച ശേഷം മരുതമലയിൽ സിദ്ധയോഗവും സിദ്ധചികിത്സയും അദ്ദേഹം തുടങ്ങിവെച്ചു. മഹാലിംഗമല, കൊല്ലിമല, മധുര, പുലിയൂർ എന്നിവിടങ്ങളിലെ ഗുഹകളിൽ പലകാലം തപം ചെയ്ത് അദ്ദേഹം അഷ്ടസിദ്ധികൾ സമ്പാദിച്ചു. അദ്ദേഹം കയ്യിൽ മണ്ണെടുത്തപ്പോൾ അത് സ്വർണ്ണധൂളികളായി മാറി. കല്ലുകൾ എടുത്തപ്പോൾ നവരത്നങ്ങളായി ജ്വലിച്ചു. അദ്ദേഹം രസവിദ്യയിൽ ഉണ്ടാക്കിയ തങ്കവും രത്നവും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൊടുത്തു. പല രോഗികളുടെയും രോഗം മാറ്റി. അലസന്മാരെ ഉപദേശിച്ചു. അത്യാഗ്രഹികളെ തുരത്തി. അങ്ങനെയിരിക്കെ സട്ടേ മുനി വീണ്ടും ശിഷ്യനെ കാണാനെത്തി. മകനെ, എന്താണ് നിന്റെ പേര് എന്ന് നീ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. മുൻപും ഞാൻ പാമ്പുകളെ പിടിച്ച് ആടിക്കുന്നു, ഇപ്പോഴും കുണ്ടലിനി പാമ്പെ ആടിക്കുന്നു. എനിക്ക് പ്രത്യേകിച്ച് എന്ത് പേര് എന്ന് പാമ്പാട്ടി സട്ടേ മുനിയോട് പറഞ്ഞപ്പോൾ, ഇന്നു മുതൽ 18 സിദ്ധന്മാരിൽ ഒരാളായി പാമ്പാട്ടി സിദ്ധർ എന്ന പേരിൽ നീ അറിയപ്പെടും എന്ന് അനുഗ്രഹിച്ചു മറഞ്ഞു സട്ടേ മുനി എന്നാണ് കഥ. കാശിനായി പാമ്പുകളെ പിടിച്ചു വിറ്റിരുന്ന പാമ്പ് പിടുത്തക്കാരൻ അങ്ങനെ ലോകം അറിയപ്പെടുന്ന പാമ്പാട്ടി സിദ്ധരായി മാറി. എണ്ണമറ്റ അത്ഭുതങ്ങൾ കാണിച്ച് ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ച പാമ്പാട്ടി സിദ്ധർ ഒരു നാൾ ആകാശമാർഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ താഴെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. ആ നാട് ഭരിച്ചിരുന്ന മഹാരാജാവ് മരിച്ചുപോയതിനാൽ റാണിയും മന്ത്രിമാരും പ്രജകളും രാജാവിന് ചുറ്റും കൂടിയിരുന്ന് കരയുകയാണ്. റാണിയുടെ വിഷമം കണ്ട പാമ്പാട്ടി സിദ്ധർ രാജാവിന്റെ ദേഹത്തേക്ക് പരകായ പ്രവേശം ചെയ്യാൻ തീരുമാനിച്ചു. അതിനായി അദ്ദേഹം സൂക്ഷ്മ ശരീരത്തോടെ താഴെ ഇറങ്ങി ഒരു ചത്ത പാമ്പിനെ അവർക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞു. പാമ്പ് ചത്തതാണെന്ന് അറിയാതെ റാണി ഒഴിച്ച് ചുറ്റുമിരുന്ന ജനങ്ങളെല്ലാം ഭയന്ന് ചിതറിയോടി. മന്നന്റെ ശരീരത്തിൽ പ്രവേശിച്ച പാമ്പാട്ടി സിദ്ധർ ചിരിച്ചുകൊണ്ട് എണീറ്റിരുന്നത് കണ്ട് റാണിയടക്കം എല്ലാവരും ആശ്ചര്യപ്പെട്ടു. റാണി അദ്ദേഹത്തെ തഴുകാൻ അടുത്തപ്പോൾ അദ്ദേഹം കൈതട്ടി മാറ്റി. ഈ സമയത്ത് അദ്ദേഹം പല കീർത്തനങ്ങൾ പാടി. ജീവിതതത്വത്തെയും ധർമ്മത്തെയും ഉണർത്തുന്ന വകയിൽ ആടുപാമ്പേ ആടുപാമ്പേ എന്നവസാനിക്കുന്ന വരികളോടെയുള്ള കീർത്തനങ്ങളുടെ പിറവി അപ്പോൾ സംഭവിച്ചു. സ്വഭാവത്തിൽ മൂർഖനായ രാജാവ് പെട്ടെന്ന് ഇങ്ങനെ കീർത്തന പെരുമഴ പാടിയത് കണ്ട് റാണിക്ക് സംശയമുദിച്ച്, അങ്ങ് ഞങ്ങളുടെ രാജാവല്ല, അങ്ങയുടെ ശരീരത്തിൽ ഏതോ ദിവ്യൻ കുടിയേറിയിട്ടുണ്ടോ, സത്യം പറയണം എന്ന് റാണി പറഞ്ഞു. വിവേകവതിയായ റാണിക്ക് മുന്നിൽ താൻ ആരാണെന്ന സത്യം പറഞ്ഞുകൊണ്ട് തന്റെ ദിവ്യശക്തിയാൽ ചത്ത പാമ്പിനെ പുനർജീവിപ്പിച്ചു പാമ്പാട്ടി സിദ്ധർ. അതോടെ ആ പാമ്പ് ഇഴഞ്ഞ് പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ, പുനർജന്മം കിട്ടിയ നീ നിന്റെ കുടുംബത്തെ തേടി പോവുകയാണോ, ഇനിയും അതിൽ നിന്ന് മുക്തി ലഭിക്കാനായില്ലേ എന്ന് പാമ്പിനോട് ചോദിച്ച് അതിന് ആടാൻ വെച്ചു. മനുഷ്യൻ എത്ര പുണ്യതീർത്ഥങ്ങളിൽ നീരാടിയാലും ചെയ്ത പാപങ്ങൾക്ക് എന്തുതന്നെ പരിഹാരം ചെയ്താലും കർമ്മഫലം അനുഭവിച്ചേ തീരൂ എന്ന് പാമ്പാട്ടി സിദ്ധർ തന്റെ കീർത്തനങ്ങളിൽ പാടിയിട്ടുണ്ട്. എത്ര സൗകര്യത്തിലും വൃത്തിയിലും ജീവിച്ച ഉടലാണെങ്കിലും കണ്ണിൽ കാണുന്നതെല്ലാം തന്റെ സ്വന്തം എന്ന് വിചാരിച്ചാലും മജ്ജയും മാംസവും രക്തവുമുള്ള നാറ്റക്കുടമായ ഈ ഉടലിൽ നിന്ന് ജീവൻ പോയാൽ നായും നരിയും പേയും കഴുകനും ഈ ഉടൽ തങ്ങൾക്ക് സ്വന്തം എന്നു കരുതി പങ്കിട്ട് ഭക്ഷിക്കും എന്നും ഉടൽ നിലയില്ലാത്തത് എന്ന തത്വവും അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. കാര്യം മനസ്സിലായ റാണി തന്റെ ഭർത്താവിന് ഉദകക്രിയകൾ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോൾ രാജ്യഭാരം റാണിയെ ഏൽപ്പിച്ച് സിദ്ധർ മന്നന്റെ ഉടലിൽ നിന്നിറങ്ങിയതും രാജാവ് ചരിഞ്ഞു വീണു. പാമ്പും തൽക്ഷണം മറഞ്ഞു. പിന്നീട് റാണി സിദ്ധറുടെ വഴിയിൽ ജീവിച്ച് മോക്ഷമടഞ്ഞു. കടവുൾ വണക്കം, ഗുരുവണക്കം, സിദ്ധർ വല്ലഭംകുറൽ, സിദ്ധർ സംവാദം, പൊരുളാസൈ വിലക്കൽ, പെണ്ണാസൈ വിലക്കൽ, ശരീരത്തിൻ ഗുണം, അകപ്പற்று നീക്കൽ, സിദ്ധർ ആരൂഢം, വൈദ്യശാസ്ത്രം എന്നിങ്ങനെ പല പുസ്തകങ്ങൾ പാമ്പാട്ടി സിദ്ധർ രചിച്ചിട്ടുണ്ട്. പാമ്പാട്ടി സിദ്ധരുടെ കീർത്തനങ്ങൾ പട്ടിണത്താരുടെ കീർത്തനങ്ങളോട് സാമ്യമുള്ളതായി പറയപ്പെടുന്നു.
പല സിദ്ധരഹസ്യങ്ങളും അത്ഭുത കലകളും ഗ്രഹിച്ച പാമ്പാട്ടി സിദ്ധർ തന്റെ 163-ാമത്തെ വയസ്സിൽ സമാധി അടഞ്ഞതായാണ് പറയപ്പെടുന്നത്. ഇദ്ദേഹം സമാധി കൊണ്ട ഇടം വൃദ്ധാചലം, ദ്വാരക, മരുതമല എന്നിങ്ങനെ പല സ്ഥലങ്ങൾ. അതല്ലാതെ തെങ്കാശി ശങ്കരൻകോവിൽ പുളിയങ്കുടിയിലും തിരുക്കടിയൂർ മയാനം ബ്രഹ്മപുരീശ്വര ക്ഷേത്രത്തിലും സമാധി കൊണ്ടതായും പറയപ്പെടുന്നു. ശ്രീമുരുകന്റെ 7ാമത്തെ പടവീടെന്ന് ഭക്തർ വിളിക്കുന്ന മരുതമലയെ അധിക അളവിൽ പാമ്പാട്ടി സിദ്ധരോട് സംബന്ധപ്പെടുത്താനുള്ള കാരണം മരുതമലയിൽ ഇവർ ജീവിച്ച കാലം അധികം. അതിനുദാഹരണമായി പാമ്പാട്ടി സിദ്ധർ തപം ചെയ്ത ഗുഹ, അദ്ദേഹമുണ്ടാക്കിയ തീർത്ഥം അവിടെയുണ്ട്. ആ ഗുഹയിൽ നിന്ന് ശ്രീമുരുകന്റെ മൂലസ്ഥാനം വരെ പോയി ദിനവും മുരുകനെ പൂജിക്കാൻ അദ്ദേഹം നിർമ്മിച്ച തുരങ്കം ഇന്നും അവിടെയുള്ളതായി പറയപ്പെടുന്നു. കുണ്ടലിനി ശക്തിയെ സൂചിപ്പിക്കുന്ന തരത്തിൽ പടമെടുത്താടുന്ന തരത്തിലുള്ളൊരു പാറയും അവിടെയുണ്ട്. മരുതമലയിലുള്ള പാമ്പാട്ടി സിദ്ധരുടെ സന്നിധിയിൽ നന്ദികേശനോട് കൂടിയുള്ള ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇവിടെ ഭക്തർ സമർപ്പിക്കുന്ന പാലും മുട്ടയും ഒരു പാമ്പ് വന്ന് ഭക്ഷിക്കുന്നത് ചിലർ സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. ഈ സന്നിധിക്ക് മുന്നിൽ ഭക്തർക്ക് ധ്യാനം ചെയ്യാനും സൗകര്യമുണ്ട്. പാമ്പാട്ടി സിദ്ധരുടെ ജീവസമാധികളിൽ പ്രാർത്ഥിച്ചാൽ രാഹുകേതു ദോഷങ്ങളും നാഗദോഷങ്ങളും പിതൃദോഷങ്ങളും മാറുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.